സോ എല്ലാവർക്കും പ്രശ്നേ മറ്റു വീഡിയോയിലേക്ക് സംസാരിച്ചാൽ നമ്മളെ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു പുതിയൊരു മൂവിയിൽ നിന്ന് ഒരു ചെറിയൊരു ബർത്ത്ഡേ ഗ്ലിംസ് വന്നിട്ടുണ്ട്. ഈ ഒരു പടത്തിനെ പറ്റി ഞാൻ കേട്ടിട്ട് കൂടിയില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പടത്തിനത്. ആകാശമാരോ ഒക്കത്താര അതല്ലേ സിനിമ ഇതിൻ്റെ പേര്? അതെ, ആകാശ് ആകാശ ആകാശംലോ ഒക്കത്താര എന്നാണ് ഈ ഗ്ലിംസ് അല്ല ഈ സിനിമയുടെ പേര്. സോ ജി വി പ്രകാശ്, അതായത് തമിഴ് മൂവിയാണ്, ജി വി പ്രകാശാണ് മ്യൂസിക് ഒക്കെ ചെയ്യണത്. സോ എന്തായാലും ലെറ്റ്സ് റിയാക്ട് ദ ഗ്ലിംസ്. ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കൊന്നുമില്ല. ഓക്കെ, ഗീതാർട്സ്. ഓ, ഇത് തെലുങ്കല്ലേ പ്രൊഡക്ഷൻ ഹൗസ്? ഗീതാർട്സ് അല്ലേ? ഈ പ്രകാശാണല്ലോ മ്യൂസിക് ആണത്. സോറി മൈ ബാഡ്. 4K 4K എന്നല്ല, ക്വാളിറ്റി ആ ഇപ്പോൾ കുറച്ച് ക്വാളിറ്റി ആട്ടാ. പ്രൊഡ്യൂസ് ബൈ സന്ദീപ്, ഡയറക്ടർ ബൈ പവൻ സന്ദിനൻ. ഇതൊരു തെലുങ്ക് പടമാണെന്നാണ് തോന്നുന്നത്. എടാ, മലയാളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയിലും ആകാശംലോ ഒക്കത്താര. തലങ്കുത്തിയാണ് കേട്ടോ നടന്നു പോണത്. ആക്ച്വലി അതൊരു ഫ്ലിപ്ഡ് വീഡിയോ ആണ്. ഗൈസ്, മലയാളത്തിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും ദുൽഖറിൻ്റെ റോളെന്ന് പറയണത് ലക്കി ഭാസ്കർ. അതെന്തൊരു പടം ഒരു ലക്കി ഭാസ്കർ, എന്തൊരു പടം അത്. പിന്നെ അതിനുശേഷം നമ്മളാ തമിഴിലാണെങ്കിൽ എന്തൊരു ആ മറ്റേ പടത്തിൻ്റെ പേര് കൊള്ളയെടുത്താൽ എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ. അത് എന്തൊരു കിടിയ സിനിമയാണ് തമിഴിൽ. നേരെ അങ്ങ് ലവടാ കന്നഡയിലോ തെലുങ്കിലാ നമ്മളാ മറ്റേ ലവ് ഫിലിം ഉണ്ടല്ലോ ദുൽഖറിൻ്റെ. അയ്യോ, ആ പടത്തിൻ്റെ പേരെന്തൊരു ഷേ മറ്റേ പട്ടാളക്കാരനായിട്ട് ദുൽഖർ മരിച്ചുകൊണ്ടൊരു സിനിമ. അയ്യോ, ശ്രീദേവിയാ? ഷോ, എന്തൊരു പടം ഇത്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഈ തമിഴ് ഒഴിച്ച് എല്ലാ ലാംഗ്വേജിലും ദുൽഖറിന് കിട്ടിയ സിനിമേഴ്സാ, അല്ല സിനിമകളാ. ഒരു മിനിറ്റ്, മൂവീസ്. ലക്കി ഭാസ്കർ, കിങ്, കണ്ടിറങ്ങണം സീതാരാമൻ. യാ, സീതാരാമൻ. തമിഴ് ഒഴിച്ച് അല്ല മലയാളം ഒഴിച്ച് എല്ലാ സിനിമകളിലും ദുൽഖറിൻ്റെ പടങ്ങൾ വേറെ റേഞ്ചാണ്. മലയാളത്തിൽ വന്നിട്ട് നേരെ വന്ന് കിങ് ഓഫ് കൊത്ത ചെയ്ത് വെച്ച് ആണ്ട് അടക്കണ്. ആ ജീവിതകാലം മൊത്തം ട്രോളോളം മുതൽ ഇപ്പോഴും അതിനകത്തുണ്ട്. സോ അത് എന്ത് ട്രൈ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസ് യൂഷ്വൽ സ്റ്റോറി ഒരു ഭയങ്കര ഹൈപ്പായിരുന്നു. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇനി പോസിറ്റീവ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ആ ഒരു പടത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം നൈസായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. സിമ്പിൾ സാധനം. ഒരു ഇതിൻ്റെ ജനറൽ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ ദുൽഖറിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കും. സോ എന്തായാലും നമുക്ക് ഈ പടത്തിനെ പറ്റി ഒരു അറിവുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അല്ല, ഒരു ഫസ്റ്റ് ലുക്ക് പോലും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്ക് ഈ ടീസർ കണ്ടപ്പോൾ ഈ ഗ്ലിംസ് കണ്ടപ്പോൾ എന്താണെന്ന് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. ലൈക്ക് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.